അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാനങ്ങളായ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ തിട്ടപ്പെടുത്തിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോട് തുടർന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഇനി ഈ വോയിസിൽ വരാനുണ്ടായ കാരണം, നമ്മുടെ പുതുനഗരം ഭാഗത്ത് ചിന്നപ്പള്ളി വട്ടാരത്തിൽ 145-ാം ആണ്ട് നേർച്ച എന്നൊരു നേർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചില നിജസ്ഥിതി പറയേണ്ട ഒരു അവസ്ഥ ഉള്ളതായതുകൊണ്ട് ആണ് ഈ വോയിസിലേക്ക് വരുന്നത്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയ പോലെ തന്നെ ദീനുൽ ഇസ്ലാമിൽ എന്തൊരു ഇബാദത്തുകളും സ്വീകരിക്കപ്പെടണമെങ്കിൽ ആ ഇബാദത്തിന് 2 നിബന്ധന ആവശ്യമാണ്. നമുക്ക് ഏവർക്കും അറിയാം. ഒന്ന്, ഇഖ്ലാസ്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന പ്രവർത്തനം. 2, ഇത്തിബാ റസൂൽ, മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ നമുക്ക് ആ ഒരു പ്രവർത്തനം ചെയ്യാൻ പഠിപ്പിച്ചത് അങ്ങനെ ചെയ്യാനുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും അള്ളാഹുവിലേക്ക് അടുത്തവർ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും അള്ളാഹുവിൽ അടുത്തവർ വേറെ ആരുമില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമായിരുന്നു, മൻ ആമില അമല ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദു. ഞാൻ പഠിപ്പിക്കാത്ത, ഞാൻ പറഞ്ഞു നൽകാത്ത ഏതെങ്കിലും ഒരു പ്രവർത്തനം ഒരാൾ അമലെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്താൽ അത് ഫഹുവ റദ്ദു, അത് തള്ളപ്പെടേണ്ടതാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന, അല്ലെങ്കിൽ 145-ാം ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട് ചിന്നപ്പള്ളി വട്ടാരത്തിൽ നടക്കുന്ന ഈ ഒരു വിശേഷം, ഈ ഒരു ആണ്ട് നേർച്ച, എന്താണ് അതിന്റെ നിജസ്ഥിതി? യഥാർത്ഥത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഇഖ്ലാസ്, അല്ലെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യാൻ അവകാശപ്പെട്ട മുസ്ലിം അവിടെ അവന്റെ പ്രവർത്തനങ്ങളും മറ്റും അവിടെ കിടക്കുന്ന ഒരു വരിയിലേക്ക്, അല്ലെങ്കിൽ കിടക്കുന്ന ഒരു വ്യക്തിയിലേക്ക് അവൻ ചെയ്യുന്നു, പ്രവർത്തനം തിരിക്കുന്നു. ആ പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം പറയുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി പറഞ്ഞൊരു വിഷയമാണ്, ഖബറുകൾ കെട്ടിപ്പൊക്കരുത്, ഖബറുകൾ നിങ്ങൾ മസൂദുകൾ, അതായത് ആരാധന കേന്ദ്രങ്ങളാക്കരുത് എന്നത് വിഷയം. ബഹുമാനപ്പെട്ട നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നുകൊണ്ട് അവസാന കാലഘട്ടത്തിൽ പറഞ്ഞൊരു വസിയത്താണ്. എന്താണ്? ആയിഷ, ജൂത നസ്രാണികൾ നശിച്ചു പോട്ടെ. എന്തുകൊണ്ടാണ് അവർ നശിച്ചു പോകാൻ കാരണം? അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ഖബറുകൾ കെട്ടിപ്പൊക്കി അവരെന്ത് ചെയ്തു? ആരാധന കേന്ദ്രങ്ങളാക്കി. ഇങ്ങനെ ഒരു പ്രവർത്തനം ഖിയാമത്ത് നാൾ വരെ ആരെല്ലാം ചെയ്യുന്നുണ്ടോ ആ ചെയ്യുന്നവർക്കെല്ലാം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശാപം ഉണ്ടാവും. ഇത് പറയുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളെപ്പോലെ മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ചു വീണ ഒരാളല്ല. എൻ്റെ അച്ഛൻ്റെ പേര് ചന്ദ്രമോഹനും എൻ്റെ അമ്മയുടെ പേര് സരസ്വതി ആയിരുന്നു. ഞാനൊരു മുസ്ലിം കുടുംബത്തിലാണ് നമ്മൾ ജനിച്ചത്. അപ്പൊ നമ്മൾ ജനിച്ചു വളർന്ന ആ മതത്തിൽ, മുൻപ് ജനിച്ചു വീണ ആ സമയത്ത് നമ്മുടെ കുടുംബത്തിൽ, അല്ലെങ്കിൽ നമ്മൾ അവിടെ ജീവിച്ചിരുന്ന കാഫറായി ജീവിക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിലൊക്കെ നല്ല രീതിയിൽ ജീവിച്ച് പോയവരുണ്ടെങ്കിൽ അവരുടെ ഖബറുടെ ഇതുപോലെ കെട്ടിപ്പൊക്കി ഒരു മസൂദിയാക്കി വെക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ നിലവിളക്ക്, തിരി, ഊതുബത്തിയൊക്കെ അവിടെ കൊണ്ട് കൊളുത്തും. എന്നിട്ടോ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി അവരോട് പ്രാർത്ഥിക്കപ്പെടുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഖബറിൽ കിടക്കുന്ന ആള് ദൈവമില്ലാതെ നമുക്ക് 100% ഉറപ്പുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക? ദൈവത്തിലേക്ക് അടുത്ത ആളല്ലേ, അദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് നമ്മൾക്ക് ദൈവത്തിലേക്ക് അദ്ദേഹം നമ്മുടെ കാര്യങ്ങൾ എത്തിക്കൂലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതേ ഒരു പ്രവർത്തനം ചാണിന് ചാണായി മുനത്തിന് മുനമായി 1 ഇഞ്ച് പോലും മാറ്റമില്ലാതെ ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ അടിയിൽ വന്നിരിക്കുന്നു. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഈ കന്തിരി പറഞ്ഞ ഇവർ നടത്തുന്ന 145-ാമത്തെ ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട് ഇവർ ചെയ്യുന്ന പ്രവർത്തനം ഇതാണ്. നമ്മൾ അവിടെ പോയി, അങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ പോയി എന്തെങ്കിലും തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഭക്ഷിക്കുകയെ, ഇതിന് എന്തെങ്കിലും തരത്തിൽ ചോറുകൾ, നേർച്ചകൾ കൊടുക്കുകയെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മൗലൂദ്, റാത്തിബുകൾ ചെയ്യുക എന്നതിന് ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വിഷയമാണ്. ആദ്യം അവർ ചെയ്തു കൂട്ടിയ ആ ഒരു മഹാ ബിദഅത്ത് അത് വളരെ വലുത്. ഏത്?
അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറയാത്ത, ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാൾ വരെ ശാപമുണ്ടെന്ന് പറഞ്ഞ വിഷയമാണെന്ത്? മരണപ്പെട്ടു പോയവരുടെ കബറുകൾ കെട്ടിപ്പൊക്കുക എന്നത്. അവർ കെട്ടിപ്പൊക്കുകയും അവിടെ ആരാധന കേന്ദ്രമാക്കുകയും ചെയ്തു. എന്നിട്ട് അവിടെ കിടക്കുന്ന വലിയുടെ ഹക്ക് ജാറ് മുഖാന്തരമോ അല്ലെങ്കിൽ നേരിട്ടോ ആരെങ്കിലും ഒരാൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോ മുസ്ലിമിനോടും പറയുന്നു സൂറത്തുൽ ഫാത്തിഹയിൽ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, റബ്ബേ നീ മാത്രമാണ് റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളൂ. ഇബാദത്തിന് ഞങ്ങളിൽ എന്തെല്ലാം വരുന്നുണ്ടോ അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം കൊടുക്കാൻ അവകാശപ്പെട്ട ദീനിന്റെ വക്താക്കളാണ് നമ്മൾ മുസ്ലിം. യാ സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവന്റെ വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, ജിന്നുകളെയും മനുഷ്യനെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്തിനു വേണ്ടിയല്ലാതെ? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം അല്ലാതെ. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂ, ജിന്നുകളെയും മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അള്ളാഹ് പറയുന്നത്. അപ്പോൾ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സഹോദരങ്ങൾ ഇബാദത്ത്? അള്ളാഹുവിനോട് മാത്രം ചോദിക്കുന്ന ദുആ ഇബാദത്താണ്, നോമ്പ് ഇബാദത്താണ്, നേർച്ച ഇബാദത്താണ്. അങ്ങനെ അള്ളാഹ്ക്ക് മാത്രം ഹാസായിക്കൊണ്ട് അവനെ മാത്രം ആക്കിക്കൊണ്ട് കൊടുക്കുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതെല്ലാം ഇബാദത്തിന്റെ പരിധിയിൽ വരും. അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട ആ ഇബാദത്തുകൾ ഏതെങ്കിലും ഒരെണ്ണം ഒരാൾ അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ച് നൽകിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് ബഹുമാനികളെ ശിർക്ക് എന്നത്. ശിർക്കിലായിക്കൊണ്ട് ഒരുത്തൻ മരിച്ചാൽ അവൻ കാലാകാലമായ നരകത്തിലാണ്. ഇന്ന ശിർക്കൻ ദുലൂമുൻ അലീം, ഏറ്റവും മഹത്തരമായ തിന്മ ശിർക്കാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിക്കുന്നു. ശിർക്ക് എന്ന് പറഞ്ഞാൽ മഹാപാവമാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് താക്കീത് ചെയ്യാനുള്ള കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധമായ ഖുർആനിലോ സ്വഹീഹായ ഹദീസുകളിലോ ഉത്തമ നൂറ്റാണ്ടുകളോ ഒന്നും പരിചയമില്ലാത്ത ഇതുപോലുള്ള നേർച്ചയും ആണ്ടും കന്തിരിയും പോലുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുസ്ലിം സമൂഹത്തെ കൊണ്ടുപോയി എത്തിക്കുന്ന പുരോഹിതന്മാരുടെ പുറകിലേക്ക് നിങ്ങൾ പോകരുത് ബഹുമാനികളെ. എന്റെ പ്രിയ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, എല്ലാ പ്രവർത്തനങ്ങളും ഖുർആനിലും സുന്നത്തിലും സഹാബാക്കൾ ഇജ്മാലും ഉണ്ടോ എന്ന് പരിശോധിച്ചു നോക്കൂ. നമുക്കത് ദലീലല്ലേ, അതിനനുസരിച്ച്